രാമായണം ബാലകാവ്യം. രചന തങ്കം പത്മനാഭൻ. ആലാപനം പാർവതി മുടവന്നൂർ, പട്ടാമ്പി. മോക്ഷപന്ഥാവാകും സനാതനധർമ്മം പാലിക്ക വൈകാതെ എന്നരുളിയിട്ട് സാക്ഷാൽ പരബ്രഹ്മബോധത്തിനായി രാമനാമം ജപിക്കുന്നവർ ചൊല്ലി ഭക്തി കൈക്കൊണ്ട് സഹസ്രയുഗത്തോളം ശുദ്ധനായി രാമനെ ചിന്തിക്കും നേരം മൺപുറ്റിനാൽ മൂടി എൻ്റെ കളേപരം പൽക്കത്തിനുള്ളിലെ കച്ചപം പോലെ പുറ്റിൽ നിന്നുയിർത്തെഴുന്നേറ്റപ്പോൾ കാണായി സപ്താശ്വനെ പോൽ തിളങ്ങും മുനിമാരെ. ഒട്ടും മടിയാതെ നമസ്കരിച്ച നേരം സപ്തർഷികൾ എന്നോടിത്തം കഥിച്ചു. വാൽമീകത്തിൻ മധ്യേ നിന്നുയിർക്കൊണ്ടനേ വാൽമീകി എന്ന താപസശ്രേഷ്ഠനായി വേദാന്ത വേദ്യനായി ബ്രഹ്മജ്ഞാനിയായി വാഴുക മാമുനേ. ഈ സത്സംഗഭൂവിൽ രാമനാമം ജപിച്ചെന്നും ഞാനിങ്ങനെ മാനസം സുരഭിലമാക്കിക്കൊണ്ട് കാനന പൈതങ്ങളൊത്തുല്ലസിച്ച് നിൻ കായം കണ്ടു തൊഴാൻ പ്രാർത്ഥിച്ചു നിന്നു. ഇന്ന് സൗമിത്രിയും സീതയുമൊത്തു നീ വന്നേൻ ഏകാന്താരത്തിൻ്റെ വസന്തമായി. മുന്നം ഞാൻ ചെയ്ത പുണ്യങ്ങളൊക്കെയും ഇന്ന് സാർത്ഥകമായി ദേവേശ എന്നു പറഞ്ഞു മന്മഥ തുല്യരാം നേമി തനയരും ജനകജയുമൊത്ത് ജാഹ്നവീതീരെ ചിത്രകൂടത്തിൽ പത്രകുടിലെത്തി മുനികൾ. മകരന്തത്തെ വെല്ലും മാഗന്ധക്കനികളും കുരംഗവൃന്ദവും കരളവൃന്ദവും അളികളും പൂക്കളുമെല്ലാം നിറഞ്ഞ അഴകിൻ്റെ കേദാരം തന്നിൽ വസിച്ചവർ. ദശരഥന്റെ ചരമഗതി. ദശരഥരാജൻ തന്നരികത്തു നിന്ന് ശതാംഗേ കരേറിയ പുത്രരും സീതയും തമസാ നദിയുടെ തീരെ ചെന്ന നേരം തിരികെ പോവാനായി സജീവനോടർത്ഥിച്ചു. നയനാംബു തൂവിയ വദനത്താൽ സജീവൻ അരജൻ തന്നരികിൽ തിരിച്ചെത്തിയ നേരം വ്യഥയാൽ വിലപിച്ചുകൊണ്ട് രാജൻ രാമകഥകൾ ചൊല്ലുവാനായി അർത്ഥിച്ചവനോട് തവ ആജ്ഞാനുസാരം തേരിൽ കരേറി തമസാ നദി തീരെ ചെന്ന് വസിക്കുമ്പോൾ ഗുഹനെന്ന ശ്രേഷ്ഠൻ ശൃംഗിവേരാധിപൻ തോണി കടത്തി കാനനം പൂകി. ഇതു കേട്ട് കൗസല്യാദേവി ദുഃഖത്താൽ അതുമിതും ചൊല്ലി വ്യഥിതയായപ്പോൾ അരജനാം ദശരഥസുര ചെയ്താനിത്തം വിധിവിഹിതം മറിച്ചാകുമോ വല്ലഭേ. മുന്നേ ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ ഫലം ഇന്ന് ഞാൻ അനുഭവിച്ചിടുന്നു വല്ലഭേ. മുന്നം ഞാൻ വൃദ്ധനാം താപസേന്ദ്രന്റെ സന്മകനെ കൊന്നു ശ്രദ്ധയില്ലാതെ. പുലിയും മഹിഷവുമുള്ളൊരു ഗഹനത്തിൽ ഒരു ദിനം വേട്ടയ്ക്കായി ഞാൻ പോയ നേരം അവിടൊരു തടിനിയിൽ ഗളഗളധ്വനി കേട്ട് അവിടേക്ക് സായകമേതു തൂർണം. സലിലം പാനം ചെയ്യും ഗജമെന്ന് ചിന്തിച്ച് സായകമെയ്ത ഞാൻ ഖിന്നനായി. ശരമേറ്റു പിടയുന്ന താപസ ബാലനെ സംഭ്രമം പൂണ്ട് ഞാൻ കണ്ടു നിന്നു. കണ്ണു കാണാതുള്ള താതനും തായയ്ക്കും തണ്ണീരേകാനായി തരങ്കിണിയിൽ നിന്നും തണ്ണീർ കലശത്തിലെടുക്കുന്ന നേരം ഇങ്ങനെ ദുർവിധി വന്നു നൂനം.
അത്യന്തം സാധ്വസം പൂണ്ടു നിന്നെന്നോട് തൻ വൃദ്ധജനകനും തായയ്ക്കും പാനീയം വെക്കം കൊടുക്കെന്നുര ചെയ്ത് ബാലൻ പൃഥ്വിയിൽ വീണു മൃത്യുവേ പൂകി. വേഭതു പൂണ്ട ഞാൻ പാഞ്ഞാനുടജത്തിൽ വ്യാകുലരായ വൃദ്ധർ തഞ്ചാരേ വൃത്താന്തമെല്ലാം അവരെ അറിയിച്ച് അർത്ഥിച്ചലിവിനായി പാദം നമിച്ചു. ഇതു കേട്ടങ്ങാരൂഢ വ്യഥ പൂണ്ട വൃദ്ധർ തൻ തനയൻ തൻ ചിതയിലെ ജ്വാലയായി സുരലോകം പോകുന്നതിൻ മുമ്പെനെയോതി നീ തനയ ദുഃഖത്താൽ മരിച്ചിടട്ടെ. കൗസല്യാദേവിയോടിങ്ങനെ ചൊല്ലിയ ദശരഥൻ പിന്നെയും കേണുകൊണ്ട് തനയരെ പറ്റി ചിന്തിച്ചു ചിന്തിച്ച് ഭഗവൽ പാദത്തിൽ ലയിച്ചു ചേർന്നു.